അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് 2024 ചോദിച്ചിട്ടുള്ള ടിക്കറ്റ് ഇഷ്യൂ കം മാസ്റ്ററിലെ 5/2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് ഗ്രാമറിന് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദി ഇഞ്ചേർഡ് സൈക്ലിസ്റ്റ് വാസ് ഹെൽപ്ഡ് ബൈ എ പാസർ ബൈ കൺവേർട്ട് ദി സെൻറ്റൻസ് ഇൻ ടു എ കോംപ്ലക്സ് വൺ. അപ്പോൾ നമ്മളൊരു 5 ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോംപ്ലക്സ് വണ്ണിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ സെൻറ്റൻസിൻ്റെ അകത്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും കാണുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഒന്നോ ഒന്നിൽ കൂടുതലായിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് ക്ലോസും വരുന്നുണ്ടാകും. അങ്ങനെയുള്ള സെൻറ്റൻസിന് പറയുന്ന പേരാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ്? ആ സെൻറ്റൻസിൻ്റെ അകത്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും വരുന്നുണ്ടാവും, ഒന്നോ ഒന്നിൽ കൂടുതലായിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് ക്ലോസോ വരുന്നുണ്ടാവും. അപ്പോൾ ദി ഇഞ്ചേർഡ് സൈക്ലിസ്റ്റ് വാസ് ഹെൽപ്ഡ് ബൈ എ പാസർ ബൈ എന്ന് പറയുന്ന സെൻറ്റൻസിനെ കോംപ്ലക്സ് സെൻറ്റൻസിലോട്ട് ആക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷൻ നമുക്കറിയാം അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതാണ്, ഒരു ആക്റ്റീവ് വോയിസ് ആണ്. നമുക്ക് അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആൻഡ് ഓപ്ഷൻ ബി നോക്കി, അവിടുത്തെ സൈക്ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിട്ട് നിൽപ്പുണ്ട്. ഹൂ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്താക്കി മാറ്റി, അത് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആക്കി മാറ്റി. ഹൂ വാസ് ഇഞ്ചേർഡ് വാസ് ഹെൽപ്ഡ് ബൈ എ പാസർ ബൈ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉണ്ട്, രണ്ട് കൂടുതലായിട്ടുള്ള നമുക്ക് എന്തുണ്ട്, ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നുണ്ടാവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പിന്നെ കോംപ്ലക്സ് സെൻറ്റൻസും ഉണ്ട്, കോമ്പൗണ്ട് സെൻറ്റൻസും ഉണ്ട്. കോമ്പൗണ്ട് സെൻറ്റൻസ് പറയുമ്പോഴത്തേക്കും ഫാൻ ബോയ് എന്ന് ഓർത്തിരിക്കുക. അതായത് 4 എഫ് എന്ന് പറയുമ്പോൾ 4, A ഫോർ ആൻഡ്. അപ്പോൾ 4 ആൻഡ്, നോറ്, ബട്ട്, ഓറ്, യെറ്റ്, സോ ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് എന്നുള്ളതും കോംപ്ലക്സ് അല്ല എന്നുള്ളത് ഓർത്തിരിക്കും. അപ്പോൾ ഫാൻ ബോയ്സ് ആയിട്ടുള്ള 4 ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ്, സോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കോമ്പൗണ്ട് ആണെന്നും കോംപ്ലക്സ് അല്ല എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, he never admitted the charge against him. Begin the sentence with never. അപ്പോൾ നെവർ വെച്ച് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, അതൊരു ഇൻട്രോഗേറ്റീവ് അല്ലെങ്കിൽ നെവർ വെച്ച് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് അല്ല വരിക, ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്ന രീതിയിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് he never admitted the charge against him എന്ന് പറയുമ്പോൾ never did he എന്ന് വരും. ഓക്കെ, never he did എന്ന് വരത്തില്ല, never did he admit the charge against him എന്ന് വരും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചില്ലേ? റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ അകത്ത് എപ്പോഴും സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഡയറക്റ്റ് സ്പീച്ചിൻ്റെ സ്ട്രക്ചർ എപ്പോഴും റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുന്ന സമയത്ത്, ഇൻഡയറക്റ്റ് ആക്കുന്ന സമയത്ത് എന്തായിരിക്കും, സബ്ജക്റ്റ് പ്ലസ് ലൈക്ക് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ വെർബ് ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ നമ്മൾ നെവർ വെച്ച് തുടങ്ങുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമുക്ക് അവിടെ വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്ന രീതിയിലായിരിക്കും അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മാറും എന്നൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ നെവർ, സെൽഡം, ഹാർഡ്ലി, നോ സൂണർ എന്നൊക്കെ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള വെർബ് വെച്ച് തുടങ്ങുന്ന സമയത്ത് ആദ്യം എന്ത് വരും, ഓക്സിലറി വെർബ് വരും, പിന്നെ എന്ത് ചെയ്യത്തുള്ളൂ, സബ്ജക്റ്റ് വരത്തുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താ, നെവർ ഇനി നമുക്ക് ചോദിക്കാം, സെൽഡം വെച്ച് തുടങ്ങാൻ ചോദിക്കാം, ഹാർഡ്ലി വെച്ച് തുടങ്ങാൻ ചോദിക്കാം, നോ സൂണർ എന്ന് പറയുന്ന പോലത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ്, നെഗറ്റീവ് സെൻറ്റൻസ് വെച്ച് തുടങ്ങുന്ന സമയത്ത് ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരേണ്ടത് എന്നൊരു തോട്ട് അവിടെ പോകണം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ മറ്റേ ഈ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ്. നെവറും ഹാർഡ്ലിയും സ്കാർസ്ലിയൊക്കെ വന്നു കഴിഞ്ഞാൽ വെൻ ഉപയോഗിക്കണം, നോ സൂണർ വന്നു കഴിഞ്ഞാൽ ദാൻ ഉപയോഗിക്കണം എന്നുകൂടി ഓർത്തേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ജോൺ വാസ് അറേഞ്ചിങ് ദ ബുക്സ് ഇൻ ദി ഷെൽഫ്, ചേഞ്ച് ദ പാസീവ് വോയിസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാസീവ് വോയിസ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒന്നാമത്തത് സെൻറ്റൻസ് തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയും ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്ക് സെൻറ്റൻസ് ജോൺ ആണ് സബ്ജക്റ്റ്, ദി ബുക്സ് ആണ് നമുക്ക് ഒബ്ജക്റ്റ്. അപ്പോൾ തുടങ്ങുമ്പോൾ ആര് വെച്ച് തുടങ്ങണം, ദി ബുക്സ് വെച്ച് തുടങ്ങണം ആൻഡ് ജോൺ വെച്ച് അവസാനിക്കണം. പിന്നെ എന്താണ്, നമുക്ക് അവിടെ നമ്മൾ എങ്ങനെയാണോ തുടങ്ങുന്നത് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാകും, നമ്മുടെ ഓക്സിലറി വെർബ് മാറ്റാനായിട്ട് മറക്കരുത്. ഫോർ എക്സാമ്പിൾ എന്താണ്, ദ ബുക്സ് ഇൻ ദി ഷെൽഫ്, വാസ് വരൂ അല്ല, ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്ലൂറൽ ആയതുകൊണ്ട് വേറെ വരുന്നുണ്ട്. അപ്പോൾ ദ ബുക്സ് ഇൻ ദി ഷെൽഫ് വേർ, നമുക്കറിയാം പാസീവ് വോയിസ് ടെൻസ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, വെർബ് എപ്പോഴും ഏതിലായിരിക്കും, V3 ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ അറേഞ്ചിങ് എന്തായിട്ട് മാറും, അറേഞ്ച്ഡ് ആയിട്ട് മാറും. അപ്പോൾ ഓർക്കേണ്ട കാര്യം, അറേഞ്ചിങ് എന്ന് പറയുമ്പോൾ അവിടെ ING ഫോം ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കണ്ടിന്യൂസ്, അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസ് പാസീവിലോട്ട് മാറ്റുമ്പോൾ നമുക്കറിയാം V3 ചെയ്യണം. അപ്പോൾ ആ ING കളർ ഒരു
ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ വെറുതെ ബീയിങ് എന്ന് പറഞ്ഞ് അങ്ങ് ചേർത്ത് വെച്ചു. അപ്പോൾ എന്താണ് ദ ബുക്സ് ഇൻ ദി ഷെൽഫ് വെയർ ബീയിങ് അറേഞ്ച്ഡ്. പിന്നെ നമുക്കറിയാം ബൈ ഫോം വേണം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ ബൈ ജോൺ. അപ്പോൾ എന്തായിരിക്കും ദ ബുക്സ് ഇൻ ദി ഷെൽഫ് വെയർ ബീയിങ് അറേഞ്ച്ഡ് ബൈ ജോൺ എന്ന് വരും. അപ്പോൾ നമുക്കറിയാം പാസീവ് വോയിസ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സബ്ജക്റ്റും ഒബ്ജക്റ്റും കണ്ടുപിടിച്ചിട്ട് അത് ഇൻവേഴ്സ് ആയിട്ട് എഴുതുക. പിന്നെ എന്താണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി വെർബ് എഴുതുക. ടെൻസ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ അത് V3 ഫോർമാറ്റിൽ വേണം എഴുതാൻ. പിന്നെ ബൈ ഏജൻറ്റ് കൊടുത്തിട്ട് ക്വസ്റ്റ്യനിലെ സബ്ജക്റ്റ് പാസീവിൽ ഒബ്ജക്റ്റ് ആയിട്ട് എഴുതണം എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട 2 റൂൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസ് ആണ് പാസീവായിട്ട് തരാൻ പറഞ്ഞതെങ്കിൽ അല്ല ING എടുത്ത് കളയേണ്ട, അത് ബീയിങ് എന്ന് കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതേസമയം എന്തെങ്കിലും രീതിയിലുള്ള മൊഡാൽസ് ഉണ്ടെങ്കിൽ ക്യാൻ, കുഡ്, മസ്റ്റ്, ഷുഡ് എന്ന മൊഡാൽസ് ഉണ്ടെങ്കിൽ ബി ചേർക്കണമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പാസീവിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് പാസീവ് ആക്കാൻ പറഞ്ഞെങ്കിൽ ബീയിങ് ചേർക്കണമെന്ന് ഓർത്തിരിക്കുക. മൊഡാൽസ് ഉള്ള സെൻറ്റൻസ് ആണ് നമുക്ക് പാസീവ് ആക്കാൻ പറഞ്ഞെങ്കിൽ അതിൽ ബി ചേർക്കണം എന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, യൂസ് എ കറക്റ്റ് പ്രിപ്പോസിഷൻ. ഐ ഹാവ് ലിവ്ഡ് ഇൻ മുംബൈ ഡാഷ് 2005. ഇത് നേരത്തെയും ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഫോറിൻ്റെയും സെൻസിൻ്റെ യൂസേജ് ആണ്. ഒരു പർട്ടിക്കുലർ ടൈം തന്നു കഴിഞ്ഞാൽ അത് സിൻസ് ആണെന്നും ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം തന്നു കഴിഞ്ഞാൽ അത് 4 ആണെന്നും നമുക്കറിയാം. അപ്പോൾ ഇവിടെ 2005 എന്ന പർട്ടിക്കുലർ ടൈം തന്നതുകൊണ്ട് അത് സിൻസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഐ ഹാവ് ലിവ്ഡ് ഇൻ മുംബൈ സിൻസ് 2005. അതേസമയം എന്തായിരിക്കും കുറച്ച് 5 ഇയേഴ്സ് അല്ലെങ്കിൽ 10 months ഒരു ബ്രോഡ് ആയിട്ടുള്ള ടൈം ആണ്. നമുക്ക് എന്ത് പറയാം അവിടെ 4 എന്ന് ചേർക്കാം. ഇവിടെ പർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് കൊണ്ട് എന്താണ് അത് സിൻസ് ആയിട്ട് എഴുതണം. അതുപോലെ തന്നെയാണ് എന്ത് വരുന്നത് ഇന്നും വിത്തിനും. ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടൈം പീരീഡ് എൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ഉപയോഗിക്കാം ഇൻ ഉപയോഗിക്കാം. ഇത്ര സമയത്തിനുള്ളിൽ തീരും. വിത്ത് എന്ന് പറയുമ്പോൾ തുടങ്ങുന്ന കാര്യമാണ് പറഞ്ഞെങ്കിൽ വിത്തിന് ഉപയോഗിക്കാം. അപ്പോൾ തീരുന്നതാണെങ്കിൽ ഇന്നും ഉപയോഗിക്കാം, തുടങ്ങുന്നതാണെങ്കിൽ വിത്തിനും ഉപയോഗിക്കാൻ ഓർത്തിരിക്കുക. പിന്നെ രണ്ടാമത്തെ അതുപോലെ വരുന്ന വേറൊരു സാധനം ബിറ്റ്വീനും എമങ്ങും. 2 പേർക്കിടയിലാണെങ്കിൽ ബിറ്റ്വീൻ പറയാം, മോർ ദാൻ 2 ആണെങ്കിൽ എമങ് പറയാം. അപ്പോൾ 2 പേർക്കിടയിലാണെങ്കിൽ ബിറ്റ്വീൻ പറയാം, മോർ ദാൻ 2 ആണെങ്കിൽ എമങ് പറയാം. പിന്നെ ബിസൈഡും ഉണ്ട്, ബിസൈഡ്സും ഉണ്ട്. ബിസൈഡിൻ്റെ അർത്ഥം നെക്സ്റ്റ് ടു, അടുത്തുണ്ടെങ്കിൽ എന്താണ് ബിസൈഡ് എന്നാണ് അർത്ഥം. ബിസൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ അഡീഷൻ ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ ബിസൈഡ്സ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം 4ഉം സിൻസും ആണ്. ഒരു പർട്ടിക്കുലർ ടൈം പറയുന്നുണ്ടെങ്കിൽ അത് സിൻസ് ആയിരിക്കും. ഒരു ബ്രോഡ് ടൈം ആണെങ്കിൽ 4 ഉപയോഗിക്കണം എന്ന് ഓർത്തിരിക്കുക. ഇന്നും വിത്തിനും ആണെങ്കിൽ അത് തീരുവാണെങ്കിൽ അത് ഇന്നായിരിക്കും. തുടങ്ങുന്ന കാര്യം പറയുകയാണെങ്കിൽ വിത്തിനും എന്ന് ഉപയോഗിക്കുക. ബിറ്റ്വീനും എമങ്ങും ആണെങ്കിൽ 2 കാര്യങ്ങൾക്കിടയിലാണെങ്കിൽ ബിറ്റ്വീൻ ഉപയോഗിക്കുക, 2ൽ കൂടുതലാണെങ്കിൽ എമങ് എന്ന് ഉപയോഗിക്കുക. ബിസൈഡും ബിസൈഡ്സും ആകുമ്പോഴത്തേക്കും അടുത്തുള്ള കാര്യം നെക്സ്റ്റ് ടു മീ എന്നൊക്കെ പറയുകയാണെങ്കിൽ ബിസൈഡ് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ അഡീഷൻ ടു ഇത് കൂടാതെ എന്ന് പറയുന്ന അർത്ഥമാണെങ്കിൽ ബിസൈഡ്സ് ഉപയോഗിക്കാം എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ സെൻറ്റൻസ് ഇൻ ദി കറക്റ്റ് വേർബ് ഫോം. അപ്പോൾ ഇതിൽ ദി പോലീസ് ആർ ലുക്കിംഗ് ഫോർ ക്ലൂസും ഉണ്ട്, ദ പോലീസ് ഈസ് ലുക്കിംഗ് ഫോർ ക്ലൂസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പോലീസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇപ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ ഈസ് അല്ലേ ഉപയോഗിക്കേണ്ടത് നമുക്ക് തോന്നും. പക്ഷേ അല്ല, പോലീസ് എന്ന് പറയുന്നത് എന്താണ് ഒരു പ്ലൂറൽ കളക്റ്റീവ് നൗൺ ആണ്, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള നൗൺ ആണ്. അപ്പോൾ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരാളെ പറയാം. പോലീസ് മാൻ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരാളെ പറഞ്ഞാൽ പോലീസ് ഒരു കളക്റ്റീവ് നൗൺ ആയതുകൊണ്ട് തന്നെ അവിടെ ആർ ഉപയോഗിക്കണം. അപ്പോൾ എ ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും ലഗേജിൻ്റെ ആയി നോക്കുമ്പോൾ വെയർ ഈസ് യുവർ ലഗേജ്. അപ്പോൾ നമുക്കറിയാം ലഗേജ് ആക്ച്വലി ഒരു കളക്റ്റീവ് നൗൺ, അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. എന്താണ് അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺ വന്ന് നമുക്കറിയാം സിംഗിൾ. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 4 ഡിസ്കസ് 5 ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും സിംഗുലർ വെർബ് ഉപയോഗിക്കണം എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു. ഇപ്പോൾ 2 പോയിന്റ് പഠിക്കണം. എന്താണ് ഒരു ഗ്രൂപ്പ് കളക്റ്റീവ് നൗൺ വരുന്ന സമയത്ത് അത് ആർ ഉപയോഗിക്കണമെന്നും അതേസമയം അൺകൗണ്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവിടെ എന്തുപയോഗിക്കണം, അവിടെ ഒരു സിംഗുലർ വെർബ് ഉപയോഗിക്കണം എന്നും പഠിച്ചു. അത് ക്വസ്റ്റ്യൻ ടാഗാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് ഈസ് നമുക്ക് കുറച്ചധികം എളുപ്പമാണ്. ദ ബോയ് ഈസ് വർക്കിംഗ് ആർട്ട്. അപ്പോൾ നമുക്കറിയാം ഈസ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ടാഗിൽ ആര് വരും, ഈസ് വരും. ഇനി അടുത്തത് എന്താണ്, ഈ ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. ദ ബോയ് ഈസ് വർക്കിംഗ് ഹാർഡ് എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവായിട്ട് മാറും, ഈസിൻറ്റ് എന്ന് വരുന്നുണ്ടാവും. ഈ ഹാർഡ് കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സിൽ ഹാർഡ്ലി, സെൽഡം, നെവർ എന്നൊക്കെ വന്നാൽ
ചെയ്താലാണ് അതെന്താവുക നെഗറ്റീവായി മാറുന്നുണ്ടാവും. ഇവിടെ ഹാർഡ് എന്ന് പറയുന്നത് ആ ഒരു സെൻറ്റൻസ് ആണ്, അത് നെഗറ്റീവ് അർത്ഥമില്ല, അതാണ് PSCയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ ടാഗ് എന്തായിട്ട് മാറുന്നു, നെഗറ്റീവായിട്ട് മാറുന്നുണ്ടാവും. പിന്നെ ദ ബോയ് എന്തായിട്ട് മാറും, ഹീ ആയിട്ട് മാറും. അപ്പോൾ എന്താണ്, ഇസന്റ് ഹീ എന്നായിരിക്കും വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് ഇൻ ടു ആ റിപ്പോർട്ടഡ് സ്പീച്ച്. ജെറാഡ്, ഐ ക്യാൻ റിട്ടയർ ഹിയർ ഫോർ ആ ലിറ്റിൽ വൈ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് ആക്കുമ്പോൾ നമുക്ക് റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള വെർബ് വേണം. അപ്പോൾ എന്താ പറയുക, ജെറാഡ് സെഡ്, പിന്നെ നമുക്ക് എന്താണ് കണക്റ്റിംഗ് വെർബായിട്ടുള്ള ദാറ്റ് വേണം. അപ്പോൾ ജെറാഡ് സെറ്റ് ദാറ്റ്, ഐ വരൂ ഇല്ല, പ്രോണൗൺസ് ഒക്കെ മാറുന്നുണ്ടാവും, ഹീ ആയിട്ട് മാറുന്നുണ്ടാവും. പിന്നെ എല്ലാം ദാറ്റ് സെഡ് വന്നുകൊണ്ട് എന്തായിരിക്കും, എല്ലാം പാസ്റ്റ് ടെൻസിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എഴുതാൻ. അപ്പം ജെറാഡ് സെറ്റ് ദാറ്റ്, ഹീ എന്ത് വരും, ഹീ കുഡ് റിട്ടയർ, നമുക്കറിയാം ആഡ്വേർബ് എല്ലാം മാറ്റി കൊടുക്കണം. ഹിയർ എന്തായിട്ട് മാറും, ദയർ ആയിട്ട് മാറും. അപ്പോൾ ജെറാഡ് സെഡ് ദാറ്റ് ഹീ കുഡ് റിട്ടയർഡ് ദയർ ഫോർ ആ ലിറ്റിൽ വൈൽ എന്ന് വരുന്നുണ്ടാവും. അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ അകത്ത് ആമീസാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻസ് ഷിഫ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വാസ് ഓർ വേർ ആകും. V1 ആണെങ്കിൽ V2 ആക്കുക, V2 ആണെങ്കിൽ ഹാഡ് V3 ആക്കുക. അപ്പോൾ ഓർത്തിരുന്നോണം, ആമീസാർ ആണെങ്കിൽ വാസ് വേർ ആക്കുക, V1 വന്നാൽ V2 ആക്കുക, V1 വന്നാൽ V2 ആക്കുക, V2 വന്നാൽ ഹാഡ് V3 ആക്കുക എന്നുകൂടി ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം, WH ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, കണക്റ്റിംഗ് വെർബ് ദാറ്റിൻ്റെ അവിടെ ആവശ്യം ഇല്ല എന്നുകൂടി ഓർത്തിരിക്കുക. പിന്നെ ഗോ ഹോം, ഹീ ടോൾ മീ ടു ഗോ ഹോം, അതൊക്കെ അറിയാലോ, അബൌട്ട് ദി കമാൻഡ്സ്. അതായത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, അതിൻ്റെ ടെൻസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, അതുപോലെ എഴുതിയാൽ മതി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആമീസാർ വന്നാൽ വാസ് അവെയർ ആണെന്നും, V1 ആയിട്ട് ചോദിക്കുന്നതൊക്കെ V2 ആക്കണമെന്നും, V2 ആയിട്ട് ചോദിക്കുന്നതെല്ലാം ഹാഡ് V3 ആക്കണമെന്ന് ഓർത്തിരിക്കുക. വേറെ വെച്ച് തുടങ്ങുന്നതിനാണെങ്കിൽ കണക്റ്റിംഗ് വെർബായിട്ടുള്ള ദാറ്റ് വേണ്ട എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. വീണ്ടും ചോദിച്ചു, വാട്ട് ക്യാൻ വി ഡു നൗ, പെഗ്ഗി ആസ്റ്റ്. അപ്പം നമുക്കറിയാം പെഗ്ഗി ആസ്റ്റ്, നമുക്കറിയാം ക്വസ്റ്റ്യൻ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് വേണ്ട എന്ന് പറഞ്ഞു, കണക്റ്റിംഗ് വേർഡ് ആയിട്ടുള്ള ദ, ഇഫ്, വെദർ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, പെഗ്ഗി ആസ്റ്റ് വാട്ട് എന്ന് എഴുതാം. നമുക്കറിയാം ടെൻസ് മാറ്റണം. അപ്പോൾ വാട്ട്, പിന്നെ നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്താണ്, റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് ആണെന്നും, നെഗറ്റീവായിട്ട് എഴുതുന്ന സമയത്ത് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പഠിച്ചത് എന്തായിരുന്നു, വേർബ് പ്ലസ് സബ്ജക്റ്റ് ആകുന്ന രീതി പഠിച്ചപ്പോൾ ഇവിടെ എന്ത് വേണം, ക്യാൻ നമുക്കറിയാം ഫുഡ് ആവും എന്ന് പറയാം. ഫുഡ് നമുക്ക് നമ്മൾക്ക് പ്രോനൗൺ മാറും, ദേ ആയിട്ട് മാറും എന്ന് പറഞ്ഞു. അപ്പോൾ കുഡ് ദേ എന്ന് എഴുതാൻ പറ്റില്ല, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മാറും, ദേ കുഡ് എന്നേ വരത്തുള്ളൂ. അപ്പോൾ ദേ കുഡ് ഡു നൗ എന്തായിട്ട് മാറും, ആഡ്വേർബ് മാറ്റണം, ദെൻ ആയിട്ട് മാറും. അപ്പോൾ എന്തായിരിക്കും, പെഗ്ഗി ആസ്റ്റ് വാട്ട് ദേ കുഡ് ഡു നൗ, പെഗ്ഗി ആസ്റ്റ് വാട്ട് ദേ കുഡ് ഡു നൗ, ദെൻ ആയിട്ട് മാറും. ഓപ്ഷൻ സി ആയിരിക്കും വരുന്നുണ്ടാവും. ഇനി വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് WH ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കറിയാം കണക്റ്റിംഗ് വേർഡ് അവിടെ വേണ്ട, ദാറ്റ് ഒന്നും വേണ്ടെന്ന് പഠിച്ചു. പക്ഷേ SO NO ക്വസ്റ്റ്യൻസ് വരത്തില്ല. അവിടെ വരുമ്പോൾ കണക്റ്റിംഗ് വേർഡ് ഇഫ് ഓർ വെദർ ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ആർ യു കമ്മിങ് എന്ന് ചോദിക്കുമ്പോൾ ഹി ആസ്റ്റ് ഇഫ് ഐ വാസ് കമ്മിങ് എന്നായിരിക്കും വരുന്നുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ 2026 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാവുന്ന ഒരു കാര്യം എന്താ, റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിച്ചിട്ടുണ്ട്, പാസീവ് വോയിസ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ കണക്റ്റിംഗ് വെർബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഫോറും സിൻസും വീണ്ടും ചോദിച്ചിട്ടുണ്ട്, പിന്നെ നെവർ വെച്ച് നമുക്ക് നെവർ ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് ഒക്കെ ആദ്യമായിട്ട് ചോദിച്ചാട്ടോ. നമ്മളുടെ കഴിഞ്ഞ ഒരു 5 ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോൾ അത് ചോദിച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഒരു 5-6 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ.